ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അനാമിക രേവതിയെ വിളിച്ച് അനന്തപുരിയിലെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്താണ് മുത്തശ്ശി അനാമികയെ കാണാൻ വേണ്ടി മുറിയിലോട്ട് വരുന്നത്. പിന്നെ പറയണോ, അനാമിക പല പ്ലാനിങ് ആണ് കേട്ടോ. നന്ദുവിനെ തകർക്കാനുള്ള പ്ലാനിങ്ങുകളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, അതിനിടയ്ക്ക് ചെയ്ത കുറ്റങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മുത്തശ്ശി കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? മുത്തശ്ശി ശരിക്കും കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ. അനന്തപുരിയിൽ ഇനിയുള്ള എപ്പിസോഡിലാണ് മുത്തശ്ശിയുടെ ശരിക്കുള്ള സ്വഭാവം പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ഇന്നെന്തായാലും ആ ഒരു കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് 3 മരുമക്കളെയും അമ്മായിയമ്മമാരെ ടേബിളിന് ചുറ്റും ഇരുത്തുന്നതാണ്. അതായത് മരുമക്കൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. ദേവയാനി നൈനയെ വിളിച്ചോണ്ട് വന്ന് ഇരുത്തുന്നുണ്ട്. അതുപോലെ മറ്റു 2 പേരും അവരുടെ മരുമക്കളെ വിളിച്ചോണ്ട് ഇരുത്താണ് കേട്ടോ. എന്തായാലും എല്ലാ ദിവസത്തെ പോലെ അനാമിക വെറുതെ ചൊടിച്ച വർത്താനം പറഞ്ഞു തുടങ്ങാണ്. അനാമിക പറയുന്നുണ്ട്, അമ്മേ എങ്ങനെയാ അമ്മ ഇവരുടെ മുഖം കണ്ടോണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാം? ഇവരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം ഇറങ്ങില്ല. അപ്പൊ ജാനകി പറയുന്നുണ്ട്, അതിനെങ്ങനെ മോളെ വിളിക്കുന്ന കൃത്യസമയത്ത് തന്നെ 2ഉം കൂടി ഓടി. അപ്പൊ നവ്യ പറയുന്നുണ്ട്, അതെ ചെറിയമ്മക്ക് കണ്ണില്ലേ? ഈ ടേബിളിന് പുറത്ത് ഞങ്ങളുടെ അമ്മായിമ്മമാരുണ്ടാക്കിയ ഭക്ഷണമുണ്ട്. അത് കഴിക്കാൻ വേണ്ടി ഞങ്ങളുടെ അമ്മായിമ്മമാർ വിളിച്ചിട്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, അല്ലാണ്ട് നിങ്ങൾ വിളിച്ചിട്ട് വന്നതൊന്നും അല്ല ഞങ്ങൾ. അപ്പൊ അനാമിക പറയുന്നുണ്ട്, എടി നിങ്ങളുടെ അമ്മായിമ്മമാര് മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി തരുന്നുണ്ടോ? നിങ്ങൾ പേടിപ്പിച്ച് മുൾമുനയിൽ നിർത്തിയേക്കല്ലേ അപ്പച്ചിയും വല്യമ്മയും. അല്ല അപ്പച്ചി, അതല്ലേ സത്യം. വല്യമ്മേ എന്താ ഒന്നും പറയാത്തത്? ഇത് കേട്ടപ്പോ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ ആരെയും പേടിച്ചല്ല ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നത്. ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇവൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും നവ്യ ജലജയോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണോ? നിങ്ങൾ ഞാൻ ഭീഷണിപ്പെടുത്തിയാണോ ഇതൊക്കെ ഉണ്ടാക്കിക്കുന്നത്? അതോ നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിട്ടോ? ഇതൊക്കെ കേട്ടിട്ട് ജലജയ്ക്ക് എന്ത് പറയണമെന്നാണ് കേട്ടോ. അനാമികയാണെങ്കിൽ ജലജയുടെ മുഖത്തോട്ട് എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ ജലജ പറയുന്നുണ്ട്, അത് പിന്നെ അതിനിടക്കേറി നവ്യ പറയുന്നുണ്ട്, അതെ നിങ്ങൾ സത്യം മാത്രമേ പറയാവൂ. സത്യം പറഞ്ഞില്ലെങ്കിലേ ചിലതൊക്കെ ഇവിടെ സംഭവിക്കും. അത് പിന്നെ മറ്റുള്ളവർ കാണും. ഇത് കേട്ടപ്പോ ജലജ പറയുന്നുണ്ട്, എന്റെ ഒരു ഗതികേട്. അതെ, ഇപ്പൊ ഇവളുടെ വയറ്റില് എന്റെ മോന്റെ കുഞ്ഞുണ്ടല്ലോ. അപ്പൊ പിന്നെ ഇവളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ നവ്യക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ നവ്യ പറയുന്നുണ്ട്, കേട്ടല്ലോ, ഇനി നിനക്ക് എന്തെങ്കിലും മറുപടി വേണോ? നീ എന്താ കരുതിയത് നിന്റെ അമ്മായിയമ്മ മാത്രമാണ് നിനക്ക് സ്നേഹത്തിൽ വെച്ച് വിളമ്പി തരുന്നതെന്നോ? ഇത് കേട്ടപ്പോ ജാനകി പറയുന്നുണ്ട്, എന്തായാലും നിന്നോട് സ്നേഹം ഉണ്ടായിട്ടല്ലോ, നിന്റെ വയറ്റിൽ കിടക്കുന്നതേ അബിയുടെ ചോരയാ. അതാലോചിച്ചായിരിക്കും ജലജ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും എന്നെ ഇഷ്ടപ്പെട്ട എന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കി തന്നത്. അല്ലെങ്കിൽ അത് അമ്മ പറയട്ടെ. അമ്മേ പറ. ഈശ്വര, ഇവളെന്നെ പരീക്ഷിച്ചോണ്ടിരിക്കുകയാണല്ലോ. അതെ, ഒന്നും പറയാനില്ലേ? എനിക്ക് ഇവളോട് സ്നേഹമില്ലാതിരിക്കോ? എന്തൊക്കെ പറഞ്ഞാലും എന്റെ മരുമകളല്ലേ. ഇത് കേട്ടപ്പോ നവ്യ പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലും നിനക്കും ചെറിയമ്മക്ക് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ അത് അമ്മയോട് ചോദിച്ചോ, തീർത്തേരും. അപ്പൊ നയന പറയുന്നുണ്ട്, നവ്യേച്ചി ചേച്ചി മിണ്ടാതിരുന്ന് കഴിക്കാൻ നോക്ക്. നീ ഒന്നും മിണ്ടാതിരിക്കും നയനെ. ഇവൾ ഓരോന്ന് പറയുന്നതിനെ നമ്മളൊക്കെ തല താഴ്ത്തി ഇന്നോടുത്തിട്ടാ അവള് നമ്മളെ തലേ കയറി നിരങ്ങുന്നത്. അപ്പൊ ദേവേനി പറയുന്നുണ്ട്, മതിയാക്ക് എല്ലാവരും. ഭക്ഷണത്തിന് മുന്നിന്ന് ഇതുപോലുള്ള വഴക്കുകൾ വേണ്ട. നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി തന്നില്ലേ, ഇനി മിണ്ടാതിരുന്ന് കഴിക്കാൻ നോക്ക്. അമ്മായി ഞങ്ങളായിട്ടൊന്നും പറയുന്നില്ല. അമ്മായി കേട്ടതല്ല അവള് പറയുന്നത്. ഞങ്ങളെ മിണ്ടാതെ ഭക്ഷണം കഴിക്കുകയല്ലായിരുന്നു. അപ്പോഴാ അവള് ഞങ്ങളുടെ ചങ്കി കൊള്ളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്. ആരും ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കണ്ട, കേട്ടല്ലോ, പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ മുന്നിന്ന്. അതേസമയം അങ്ങോട്ടേക്ക് മുത്തശ്ശി വരുന്നുണ്ട്. ആഹാ, എല്ലാവരും കഴിച്ചു തുടങ്ങിയോ? അപ്പൊ നയന പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശി, മുത്തശ്ശിയെ കാത്തിരിക്കുകയായിരുന്നു. ഭക്ഷണം വിളമ്പിക്കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തെയെ കാത്തിരിക്കേണ്ടത്, അല്ലാതെ ഭക്ഷണം നമ്മളെ കാത്തിരിക്കരുത്. അതറിയാം മുത്തശ്ശി. എന്നാലും മുത്തശ്ശി വന്നിട്ട് കഴിക്കാന്ന് കരുതി. ആ സമയത്ത് അനാമികയ്ക്ക് അത്ര വലിയ മുഖമൊന്നും ഇല്ലാട്ടോ. അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അനാമിക മോൾക്ക് ഇത് എന്തു പറ്റി? മോൾക്ക് എന്തോ വിഷമമുള്ള പോലെ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, എങ്ങനെയാ അമ്മ വിഷമം ഇല്ലാതിരിക്കുക? ഓരോരുത്തർ എന്റെ മോളെ കൊത്തി വലിക്കുകയല്ലേ. എന്താ ജാനകി നീ പറയുന്നത്? നിന്റെ മരുമകളെ ആര് കൊത്തി വലിച്ചെന്നാ? എന്റെ മരുമകളെ താഴ്ത്താൻ പറ്റുന്ന അവസരം നോക്കിയൊക്കെ ഇവൾമാരൊക്കെ എന്റെ മോളെ താഴ്ത്തിക്കൊണ്ടിരിക്കുക. അതിന് ഞാൻ സമ്മതിക്കില്ലേനി. ദേ, നിന്റെ മരുമകളെ കൊച്ചാക്കി ഇവിടെ ആരും സംസാരിച്ചിട്ടില്ല. അനാമിക മോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് പറ്റിക്കാണില്ല. അതിന് മറുപടി പറഞ്ഞതായിരിക്കും. ഇത് കേട്ടപ്പോ അനാമികയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, അല്ലേനും മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ ഇവൾമാരെയല്ലേ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. ഇവർക്ക് 2 പേർക്കും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തു. എന്നാ എനിക്കാരും അങ്ങനെയൊന്നും തന്നിട്ടില്ല. അതിനർത്ഥം മുത്തശ്ശനും മുത്തശ്ശിക്കും ഇവര് 2 പേരും മാത്രമാണ് ഇഷ്ടം എന്നല്ലേ? ഞാൻ അല്ലേനും എപ്പോഴും പുറത്താ. മോളെ, അങ്ങനെയൊന്നും ചിന്തിക്കാതെ. എങ്ങനെ ചിന്തിക്കാതിരിക്കും മുത്തശ്ശി? ഏത് സമയം അവരെ സപ്പോർട്ട് ചെയ്ത് എന്നെ താഴ്ത്തി കെട്ടിയല്ലേ മുത്തശ്ശിയൊക്കെ സംസാരിക്കുന്നത്. ഈ വീട്ടിൽ ആകെ കൂടെ എന്റെ കൂടെ നിൽക്കുന്നത് അനിയുടെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ നവ്യ പറയുന്നുണ്ട്, അപ്പോഴേ നിനക്ക് മനസ്സിലാക്കിക്കൂടെ അത് നിന്റെ കയ്യിലിരിപ്പോണ്ടാണെന്ന്? അതിന് നിന്നോട് ഇവിടെ ആരെങ്കിലും ചോദിച്ചോ? ഞാൻ മുത്തശ്ശിയോടല്ലേ സംസാരിക്കുന്നത്. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, അനാമിക മോൾ എന്നോടല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നവ്യയോട് ആരെങ്കിലും ചോദിച്ചോ? അത് പിന്നെ മുത്തശ്ശി. ആ സമയം അനാമിക ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അനാമിക ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ അനാമിക, മുത്തശ്ശി എന്നെ തിരിച്ചു വിളിക്കണ്ട, എനിക്ക് ഭക്ഷണം വേണ്ട. മൊത്തത്തിൽ ഇപ്പൊ എന്റെ വയറ് നിറഞ്ഞിരിക്കുക, എനിക്കിനി ഒന്നും വേണ്ട.
ഇതും പറഞ്ഞ് അനാമിക ദേഷ്യപ്പെട്ടുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, സമാധാനായാലോടി നിനക്ക്. എന്റെ മോള് വിശന്ന് വയറോട് കൂടി നിൽക്കുന്നത് കാണാനായിരിക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടം. ഷോ പാവം. ദേവയാനി പറയുന്നുണ്ട്, അനാമികയെ കുറ്റപ്പെടുത്തി അത്രമാത്രം ഇവിടെ ആരാ പറഞ്ഞത്? നവ്യ പറയേണ്ട കാര്യങ്ങളല്ലേ പറഞ്ഞത്. അപ്പൊ ജാനകി പറയുന്നുണ്ട്, ഓ ഏടത്തി ഇപ്പൊ ഇവൾമാരുടെയൊക്കെ കൂടെയാണല്ലോ. ഞാൻ ആരുടെ കൂടെയല്ല ജാനകി, ഞാനേ ന്യായത്തിന്റെ പക്ഷത്താ. ഇവിടെ ന്യായം എന്ന് പറയുന്നത് നവ്യയുടെ അടുത്താണ്. ഇവർ മിണ്ടാതെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ അനാമികയല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്. ഏടത്തിയുടെ ഉള്ളേനും ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏട്ടത്തിയുടെ പഴയ സ്വഭാവത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നു. ഇതും പറഞ്ഞ് ജാനകി അവിടുന്ന് പോകുന്നുണ്ട്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് മുത്തശ്ശിയുടെ മുറിയിൽ ചെന്നിട്ട് സ്വർണ്ണാഭരണത്തിന്റെ പെട്ടി തുറക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്നൊരു നല്ല ഭംഗിയുള്ള മാലയെടുത്ത് അനാമിക മോൾക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടി മുത്തശ്ശി പോവാണ്. അപ്പൊ മുത്തശ്ശി മനസ്സിൽ കരുതുന്നുണ്ട്, പാവ അനാമിക മോള് എല്ലാവർക്കും ഓരോന്ന് കൊടുക്കുന്നത് കണ്ടിട്ട് അതിന്റെ മനസ്സ് വിഷമിച്ചെന്നാ തോന്നുന്നത്. ഇതെന്തായാലും മോൾക്ക് കൊടുക്കാം, മോൾക്ക് ഇത് കാണുമ്പോൾ സന്തോഷാവും. ഇതും പറഞ്ഞാണ് മുത്തശ്ശി ആ മാലയും കൊണ്ട് മുകളിലോട്ട് പോകുന്നത്. എന്തായാലും സന്തോഷത്തോടെ മുത്തശ്ശി അനാമികയുടെ മുറിയുടെ അടുത്ത് എത്തുന്നുണ്ട്. അതേസമയം തന്നെ അനാമിക രേവതിക്ക് വിളിച്ചോണ്ടിരിക്കുകയാണ്, അമ്മേ എനിക്കിവിടെ ജീവിച്ച് മടുത്തു. എനിക്കെപ്പോഴും അവൾമാരുടെ താഴെയ സ്ഥാനം. ആ കിളവനും കിളവിയൊക്കെ എന്ത് കൊണ്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും എന്നെ ഒരു നിമിഷം പോലും ഓർക്കില്ല. എല്ലാം അവൾമാർക്ക് കടത്താൻ അവർക്കൊക്കെ ഇഷ്ടം. എന്നാൽ ഇതൊക്കെ മുത്തശ്ശി കേൾക്കാൻ ഇടയാകുന്നുണ്ട് കേട്ടോ. ഇന്ന് ഭക്ഷണം കഴിക്കാൻ ടേബിളിന്റെ മുന്നിൽ ഇരുന്നപ്പോ അറിയാത്ത എന്റെ വായിന്നൊന്ന് വന്നുപോയി. അപ്പൊ രേവതി ചോദിക്കുന്നുണ്ട്, അയ്യോ മോളെന്താ പറഞ്ഞത്? വേറൊന്നല്ല അമ്മേ, അവരെ കാണുമ്പോ എനിക്കല്ലേനും പെരുവിരരുന്ന് ദേഷ്യം അരിച്ചു കയറും. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മുഖം കണ്ട എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലെന്ന്. ഓ എന്തിനാ മോൾ അങ്ങനെയൊക്കെ പറയാൻ പോയത്? അങ്ങനെയൊക്കെ പറഞ്ഞ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? മോളത് പറഞ്ഞതിനോടൊന്നും എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ചുറ്റിൽ നിൽക്കുമ്പോൾ മോൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എന്ത് ചെയ്യാനമ്മേ, എന്റെ കഷ്ടകാലത്തിന് ഞാൻ പറഞ്ഞു പോയി. എന്തായാലും ആ കിളവനും കിളവിയും ഇല്ലാതായി കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും കിട്ടൂ. അങ്ങനെ കിട്ടിയാലേ എനിക്ക് ആ അനിയെ ഡിവോഴ്സ് ചെയ്ത് വേറെ എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂ. എനിക്കിപ്പോ അനിയെ ഡിവോഴ്സ് ചെയ്യണമെന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് ഇത് മുത്തശ്ശി കേൾക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി ആകെ അന്തം വിട്ടു പോവാണ്. എന്തായാലും ഈ അടുത്ത കാലത്ത് ആ കിളവനും കിളവിക്കൊന്നും പറ്റില്ലെന്നാ തോന്നുന്നത് അമ്മേ. എന്ത് ചെയ്യാനാ മോളെ, നമ്മളുടെ ഭാഗ്യക്കേടെന്ന് വേണമെങ്കിൽ പറയാം. ഇനിയും ഒരുപാട് കടം തീർക്കാൻ കിടക്കുക. മോൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ പിടിച്ചു നിൽക്ക്, എങ്കിലേ നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാകൂ. അതുകൊണ്ടല്ല അമ്മേ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്നേ ഞാൻ എന്റെ വീട്ടിലോട്ട് വന്നേനെ. ഇത് വലിയ വീടാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഉള്ളവരൊക്കെ 5 പൈസയുടെ വിവരം ഇല്ലാത്തവരാ. അല്ല എന്നിട്ട് മോള് ഭക്ഷണം കഴിച്ചില്ലേ? ഞാൻ കഴിച്ചൊന്നുമില്ല അമ്മേ. കുറച്ച് വേണ്ടി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാലോ? ഓ അതിനെന്താ, മോളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോര്. ഷോ എന്റെ ഒരു വിധി, അമ്മയുടെ കയ്യിൽ അതിനും കാശെടുക്കാനില്ലല്ലേ. ഞാൻ എവിടുന്നാ മോളെ കാശുണ്ടാക്കുന്നത്? നിന്റെ അച്ഛൻ വല്ല ജോലിക്ക് പോവണ്ടേ? അതിന് അമ്മയെ പറഞ്ഞൊരു കാര്യമില്ല. എല്ലാത്തിനും അച്ഛനെ പറഞ്ഞാൽ മതി. എന്തായാലും അനാമിക പറയുന്നൊക്കെ കേട്ടപ്പോ മുത്തശ്ശിയുടെ കയ്യിലുണ്ടായിരുന്ന മാല പതുക്കെ അങ്ങ് താഴേട്ട് വീഴാണ്. അനാമികയുടെ സംസാരം കേട്ടിട്ട് മുത്തശ്ശി ആകെ തകർന്നു പോവാണ് കേട്ടോ. മുത്തശ്ശി കരയാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് അനി വരുന്നത്. എന്നാൽ അനി വരുന്നതായിട്ട് അനാമികയ്ക്ക് തോന്നുന്നുണ്ട്. അപ്പൊ തന്നെ അനാമിക പറയുന്നുണ്ട്, അമ്മേ ഞാൻ അമ്മയെ പിന്നെ വിളിക്കാം, അനി വരുന്നുണ്ടെന്നാ തോന്നുന്നത്. ശരി മോളെ. ഇതും പറഞ്ഞ് അനാമിക ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ അനി മുത്തശ്ശിയെ കാണുന്നുണ്ട്. മുത്തശ്ശി എന്തിനാ കരയുന്നേ? ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട്. മുത്തശ്ശിയെ കണ്ടിട്ട് ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ അനാമിക. ഈശ്വരാ, ഞാൻ പറഞ്ഞതൊക്കെ ഇവർ കേട്ട് കാണോ? കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണം താഴെ വീണ് എടുക്കുന്നൊക്കെ അനാമിക ശ്രദ്ധിക്കാട്ടോ. അപ്പൊ അനാമികക്ക് ഉറപ്പാവാണ് ഇവരെന്തൊക്കെയോ കേട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, മുത്തശ്ശി എപ്പോഴും ഇങ്ങോട്ട് വന്നത്? ഇത് കേട്ടിട്ട് മുത്തശ്ശി ദേഷ്യം പിടിച്ച് അനാമികയുടെ മുഖത്തോട്ടൊന്ന് തുറിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോ തന്നെ അനാമികയ്ക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. അനാമികയ്ക്ക് എന്തായാലും നല്ല 8ന്റെ പണി കൊടുക്കുന്നുണ്ട് മുത്തശ്ശി. അപ്പൊ ആ എപ്പിസോഡുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് അതോടൊപ്പം നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.